കെ സിയിലും മിടുക്കനാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും പോവുകയാണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ്റെ പേരവിടെ നിൽക്കുന്നു. അതുപോലെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയല്ലേ രമേശ് ചെന്നിത്തലയും. നിലവിൽ രമേശ് ചെന്നിത്തല MLA ആണ്. അത് തീർച്ചയായിട്ടും. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഉമ്മൻചാണ്ടി സാറ് തോറ്റ് കഴിഞ്ഞിട്ട്, മുഖ്യമന്ത്രിയായിട്ട് തോറ്റ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് പുള്ളി പറഞ്ഞു രമേശ് ആകട്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പം അങ്ങനെ മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വെളിയിൽ കൊണ്ടുവന്നു കേട്ടോ. ഈ ഒന്നാം പിണറായി സർക്കാരിന് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വന്ന. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇലക്ഷൻ ജയിക്കാനും സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ടായില്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെ ഒരു ചേഞ്ച് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിച്ചു. വി ഡി സതീശനോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വിജയിച്ച് നിൽക്കുന്ന ഒരാളെ മാറ്റേണ്ട ആവശ്യമില്ല. ആ ഒരു ക്ലെയിം മീൻസ് ഞാൻ വിജയിപ്പിച്ചുകൊണ്ട് എനിക്ക് ക്ലെയിം ഉണ്ടെന്നുള്ളതല്ല. പക്ഷേ അത് ഒരു സ്വാഭാവിക നീതിയല്ല. നമ്മളെല്ലാം സാധാരണ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനം, ഒരു സക്സസ് എന്ന് പറയുന്നൊരു സാധനം അത് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ സിനിമയിൽ തന്നെ സക്സസ് ആയ ഒരു നായകൻ വന്നു കഴിയുമ്പോൾ ഇൻഡസ്ട്രി മുഴുവൻ ആ നായകൻ്റെ പുറകെ പോകില്ല. എവിടെയും അതെ. ഒരു സ്പോർട്സ് പേഴ്സൺ ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം 3 മാച്ച് മോശമായി താഴോട്ട് പോയി. പക്ഷേ വേൾഡ് കപ്പ് ജയിച്ച് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിട്ട് വളർന്നു. അപ്പോൾ സക്സസ് ആണത്. അപ്പോൾ സക്സസ് കാണിച്ച ഒരാളെ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിശൂന്യതയിലേക്ക് പോരുന്നതാണ്. ബുദ്ധി കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണിക്കണം. താങ്കളൊക്കെ ഈ ഇലക്ഷന് മുമ്പ് സീറ്റ് വിഭജനമൊക്കെ വന്നപ്പോൾ ഒരു കോൺഗ്രസ് എന്ന നിലയിൽ വിഷമഘട്ടങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും. അടികളുണ്ടാവുന്നു, സുധാകരന് മത്സരിക്കുന്നു, സുധാകരന് സീറ്റ് നിഷേധിക്കുന്നു, സുധാകരന് പാർട്ടി വിടുന്നു. അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തകളാണ്. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ആ സമയത്ത് തോന്നിയത്? അല്ല, അതെല്ലാം അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇലക്ഷൻ എനിക്ക് തോന്നുന്നത് അത് ഈ ഇത്തരത്തിൽ അൺനെസസറി ആയിട്ടുള്ള പൊളിറ്റിക്കിലേക്ക് പോയതുകൊണ്ടാണ്. കാരണം വെച്ചാൽ വി ഡി സതീശൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് മണിക്കൂറുകൾക്കകം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കാണുന്ന ഒരു 5 ദിവസം ഡൽഹിയിൽ പോയിരിക്കുന്നതാണ്. ഈ ഡൽഹിയിൽ എന്നെ കാണാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുവരെ. കാരണം ഇതിനകത്ത് ഇനി ആരെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണം ഫണ്ടില്ല, ഭരണം പല സംസ്ഥാനങ്ങളിലും ഇല്ല, ഫണ്ടിൻ്റെ കുറവുണ്ട്. AICCയുടെ ഒരാൾ ഇങ്ങോട്ട് വരുന്നതല്ലേ അതിലും ലാഭം. ഇവിടെ നിന്ന് 5-6 പേര് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നതിനേക്കാളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പ്രസിഡൻറ്റുമായിട്ട് കൺവേ ചെയ്ത് ഇന്ന് ഈ ഫാസ്റ്റ് പേസ് ഇമെയിലുണ്ട്, നമ്മുടെ മൊബൈലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓൺലൈനിലായിട്ടുള്ള മീറ്റിംഗ് കൂടാം, എന്ത് വേണമെങ്കിൽ സഹായിക്കുന്നത്. ഇപ്പം ഈ പണ്ട് കണ്ടത് ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നത്, എന്ത് സംഭവിച്ചാലും ഉടനെ ഡൽഹിക്ക് പോകും. ഈ ഡൽഹിക്ക് പോക്ക് തന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്ക് ആവശ്യമുള്ളപ്പോൾ പോവുക. ഇത് ഒരു എസ്കേപ്പിസ്റ്റ് റൂട്ടാണ്. കാരണം അത് ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി, അത് ആ കാലഘട്ടത്തിലുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. എൻ്റെ കൂടെ ഇത്ര പേരുണ്ട്. പക്ഷേ ഇന്ന് ഹൈക്കമാൻഡിന് അറിയാം ആരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു തെറ്റായ തീരുമാനത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇത്തരത്തിലുള്ള ഇന്നും ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ 6-ാം തീയതി വൈകുന്നേരവും അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് പാർട്ടിക്ക് ഡാമേജിങ്. ഇത്രയും വിശ്വാസമായിട്ട് ജനം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡിബേറ്റിലേക്ക് പോകുന്നു എന്നുള്ളൊരു സംഭവം ഒട്ടും ആശാസ്യം. മറ്റ് സ്റ്റേറ്റുകളും ഇങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് മറ്റൊരു മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു സമാനമായ പ്രവൃത്തി നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ആ ഒരു രീതിയല്ല ഇവിടെ കാണിക്കാൻ ഒരുങ്ങുന്നതെന്നും കൂടെ മനസ്സിലായില്ലേ? അല്ല, അവിടെ എന്നാ വെച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത കർണാടകയിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ സിദ്ധരാമയ്യയും DK ശിവകുമാറും രണ്ടും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. അവിടെ 2 പേരൂടെ വന്നപ്പോൾ തന്നെ അവിടെ ഒരു വയാമീഡി കണ്ടെത്തണം. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. MP-മാർ മത്സരിക്കരുതെന്നൊരു തീരുമാനമെടുത്തു. MP-മാർ ഇപ്പോഴത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തലയോ VD സതീശനോ എന്നുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. അതല്ല പ്രസക്തി. ഇവിടെ നടക്കുന്ന ചർച്ച MP-ആയ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച. ഇതല്ലേ ഏറ്റവും ഡാമേജിങ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അന്ന് രാജിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ എവിടെയെങ്കിലും മത്സരിച്ചപ്പോഴായിരുന്നു. ആലപ്പുഴയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. മറ്റേ സുധാകരൻ സാർ ഇവിടെ വന്നതുകൊണ്ട് ഭയങ്കര ട്രെൻഡായി. അവിടെ ഭൂരിഭാഗം സീറ്റും അവിടെ കിട്ടിയല്ലോ. പുഷ്പം പോലെ ജയിക്കായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകായിരുന്നു. കാരണം അപ്പോൾ ക്ലെയിം ഉണ്ടല്ലോ ഞാൻ MLA ആണെന്നുള്ളത്. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്ന ഒരു സാധനം പാർട്ടിക്ക് ഡാമേജിങ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അത് അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചല്ലോ.
ശ്രീ കെ സുധാകരൻ മത്സരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു, കെ സി വേണുഗോപാലൂടെ ഉൾപ്പെട്ട ഹൈക്കമാൻഡ് തീരുമാനം എം പിമാരെ മത്സരിക്കേണ്ടെന്ന്. എന്നിട്ടിപ്പോൾ പറയുന്നു ഞാൻ മുഖ്യമന്ത്രി ആകാം. ഒരു അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു വേണമെങ്കിൽ പറയാം. അതാ പറഞ്ഞത്. അല്ല, അദ്ദേഹം ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആ ചർച്ചയ്ക്ക് ഇല്ല, പക്ഷെ ഇപ്പോൾ അത് പറയുന്നില്ല. ഇല്ല, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്. മുമ്പേ പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. ഇപ്പോഴൊരു സെന്റൻസ് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്തിനാണ് ഈ അനാവശ്യ ചർച്ച? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പേരിൽ. ഞാൻ ആ കണ്ടസ്റ്റിലേ ഇല്ല. അത് പാർലമെൻ്ററി പാർട്ടി കൂടി അവിടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും, പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ പേര് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന ചർച്ചകൾ. അപ്പം ഈ പിന്നെ സാറ്റലൈറ്റ് ചാനലുകൾക്ക് മുഴുവൻ വേറെ വാർത്ത തേടി പോകേണ്ടി വരും. ഇന്നിപ്പോൾ ചർച്ച നടക്കുന്ന മുഴുവൻ അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. എന്തൊക്കെ ചർച്ചകൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, കെ സി വേണുഗോപാലിനോട് ഇന്നയാളുണ്ട്, അല്ലെ ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്നും വേണ്ടുള്ളൊരു ഇതിലേക്ക് പോകുന്നു. അപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് ഇന്നാരാണ്ട് ഒരു പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ളൊരു പറഞ്ഞോളാനാണ് പറഞ്ഞത്. അതെ അതെ, പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്കത് മറ്റേ വരികൾക്കിടയിലൂടെ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇന്നലെ തന്നെ ശ്രീ വി ഡി സതീശൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആ ഉത്തരവാദിത്വം നിറവേറ്റി. ഇനിയിപ്പോൾ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പൊക്കോളാം. പക്ഷേ ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് പറയുന്നിടത്തെല്ലാം ഉണ്ട്. ഞാൻ ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് അർഹൻ. 100% അങ്ങനെ തന്നെയാണ് വരുന്നത്. ആ വാക്കുകളിൽ നിന്ന് നമുക്ക് പണ്ട് ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുകയും ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്കും കൊടുത്താണ് ആ പ്രശ്നം അന്ന് പരിഹരിച്ചത്. ഈസിയായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പോൾ കെ സി എന്നൊരാൾ ചിത്രത്തിലില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകില്ല. ഇല്ല, ഇപ്പോഴത്തെ ഈ ഡിബേറ്റ് ഒഴിവായനെ. അപ്പോൾ ഇത് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ഒരു കാരണവശാലും പാർട്ടി ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എനിക്കത് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം കെ സി വേണുഗോപാലും അടങ്ങുന്ന ആയിരിക്കില്ല ഹൈക്കമാൻഡ്. ഇപ്പം നമ്മളുടെ ഇപ്പം കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വേറെ ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, കെ സി വേണുഗോപാലിന് പറയാമല്ലോ. ഇപ്പോൾ ഈ തികച്ചും അനാവശ്യമായിട്ടുള്ള ചർച്ചയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA അല്ലാത്ത ആരും അതിൽ ഫോർഫ്രണ്ടിലില്ല. അവരവിടെ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും MLA-മാർക്ക് ഒരു ഫ്രീഡമാണല്ലോ. ഇപ്പം അവരുടെ മുകളിൽ ഒരു പ്രഷറും കൂടെ കൊടുത്തുകൊണ്ടാണ് നാളെ പാർലമെൻ്ററി പാർട്ടി കൂടാൻ പോകുന്നത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെയൊരു പേര് ചർച്ച ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഒന്നുകൂടെ കടത്തി ഞാൻ പറയാം, ഇനി വേറൊരു ലൈനിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ പോയി ഭൂരിപക്ഷം MLA-മാരും അങ്ങനെ പറയുമെന്ന് വെച്ചോ, ഈ MLA-മാർ നാളെ ഇവിടെ എലക്ട് ചെയ്ത ജനങ്ങളെയാണ് കാണാൻ വേണ്ടത്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും മറുപടി പറയേണ്ടി വരും. കാരണം ജനം വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്നയാളെ ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേറൊരാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞുകൊണ്ടല്ല. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് ഇത് മെസ്സേജ് ക്ലിയർ ആയിരുന്നു. ഒരാൾ നയിക്കുന്നുണ്ട്, അയാളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പം ഇനി തിരിച്ച് ജനങ്ങളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോസീവായി മാറും സാഹചര്യങ്ങൾ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്.